ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വരുന്നത് കാണുമ്പോൾ ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഹമാസ് ഇസ്രായേലിൻ്റെ കാല് പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഹമാസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഔദ്യോഗികമായിട്ടൊരു പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ ഹമാസ് പറയുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാം ഹമാസ് ഇസ്രായേലിൻ്റെ കാല് പിടിക്കുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഹമാസിൻ്റെ ഈ ഒരു ഔദ്യോഗിക പ്രസ്താവന, അവർ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തിറക്കിയ പ്രസ്താവനയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇസ്രായേലിൽ നിന്നൊരു റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഹമാസിന്റെ റിപ്പോർട്ട് തന്നെയാണ്. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോവ് ഗാലന്റ് ആണ് ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത്. ആ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് IDF ഗാസയിലെ ടണലുകളിലൂടെയൊക്കെ ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്നുണ്ട്. ആ ടണലുകളിൽ യഹിയ സിൻവാർ, അതായത് ഹമാസിന്റെ മേധാവിയായിട്ടുള്ള യഹിയ സിൻവാർ ഒളിവ് ജീവിതം നയിച്ച സ്ഥലത്ത് നിന്നാണ് ഈ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഈ ഒരു റിപ്പോർട്ട് യഹിയ സിൻവാറിന് ഗാനിയോനിസിലെ സൈനിക മേധാവി, അതായത് ഗാനിയോനിസിലെ കമാൻഡറാണ് ഈ ഒരു കത്ത് യഹിയ സിൻവാറിന് കൊടുത്തത്. ആ യഹിയ സിൻവാറിന് കൊടുത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യത്തിന് കിട്ടിയത്. അതാണ് യോവ് ഗാലന്റ് വ്യക്തമായിട്ട് ലോകത്തിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. യഹിയ സിൻവാറിന് ഗാനിയോനിസിലെ, അതായത് റഫ സലാമ എന്ന കമാൻഡർ കൊടുത്ത കത്തിലുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ദയവായി മനസ്സിലാക്കുക. അതായത് ഈ കമാൻഡർ യഹിയ സിൻവാറിന് കൊടുത്ത റിപ്പോർട്ടാണ്. ദയവായി മനസ്സിലാക്കൂ. നമ്മുടെ റോക്കറ്റ് ശേഷിയുടെ 90-95% നഷ്ടപ്പെട്ടു. നമ്മുടെ സ്വകാര്യ ആയുധങ്ങളുടെ 60% നഷ്ടപ്പെട്ടു. നമ്മുടെ ടാങ്ക് വിരുദ്ധ മിസൈൽ 65-70% നഷ്ടപ്പെട്ടു. നമ്മുടെ പോരാളികളിൽ 50% നഷ്ടപ്പെട്ടു. ഒന്നുകിൽ രക്തസാക്ഷി അല്ലെങ്കിൽ പരിക്കേറ്റവർ. ഇപ്പോൾ നമുക്ക് 25% പോരാളികൾ മാത്രം അവശേഷിക്കുന്നു. കാരണം ബാക്കിയുള്ള 25% ആളുകൾ മാനസികമോ ശാരീരികമോ ആയ തലത്തിൽ തകർന്ന് ഒരു നശിച്ച അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള വ്യക്തിയുടെ ഫോട്ടോ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഹമാസിൻ്റെ സൈനിക മേധാവിയായിട്ടുള്ള മുഹമ്മദ് ദെയ്ഫിനൊപ്പമുള്ള ഫോട്ടോയാണ്. ഈ ഗാനിയോനിസിലെ കമാൻഡറും ഇതിനോടകം തന്നെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമാൻഡർ ഈ ഹമാസിൻ്റെ മേധാവിക്ക് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ് ഈ ഹമാസിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച്. നിങ്ങൾ കേട്ടില്ലേ, സകലതും തകർന്ന് തരിപ്പണമായിട്ട് ഒരു തരത്തിലും ഹമാസിന് മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്ന് ഹമാസ് കമാൻഡർ, ഹമാസ് മേധാവി യഹിയ സിൻവാറിന് കൊടുത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹമാസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രസ്താവന കാണുമ്പോൾ നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഹമാസ് സകലതും അടിയറവ് പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഈ യുദ്ധം ഒന്ന് അവസാനിക്കണം, അവസാനിപ്പിക്കൂ. ഇനി ഞങ്ങൾക്ക് യാതൊരു ഡിമാൻഡുകളുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച ചെയ്താണ്, യുദ്ധം അവസാനിക്കണമെങ്കിൽ ഞങ്ങൾക്ക് സകല ഭീകരവാദ ആക്രമികളെയും, അതായത് ഇസ്രായേലിലെ ജയിലറുകളിലുള്ള സകല ആളുകളെയും വിട്ടുതരണം. അതേപോലെ തന്നെ ഫിലാഡൽഫി കോറിഡോറിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം. ഇത്തരം ഒരുപാട് ആവശ്യങ്ങൾ കുറച്ച് മാസങ്ങളായിട്ട് ഹമാസികൾ നിരന്തരം ഉയർത്തിയതായിരുന്നു. ഒന്നും തന്നെ ഇസ്രായേൽ അംഗീകരിക്കാതെ ശക്തമായിട്ട് ഹമാസിന്റെ നേരെ ആക്രമണം നടത്തി മുന്നോട്ട് പോയപ്പോൾ ഹമാസ് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തിറക്കിയിരിക്കുന്നു. വ്യക്തമായിട്ട് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതായത്
ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി, ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമാൽ ഉൾപ്പെടെയുള്ളവരെ ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ഗലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഖത്തറിനോടും ഈ ഈജിപ്തിനോടൊക്കെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇനി ഒരു ഡിമാൻഡുകളുമില്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് തരണമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിനോട് ഹമാസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിപ്പോ ലേറ്റസ്റ്റ് വന്നതാണ്. അപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോവ് ഗാലന്റ് പുറത്തിറക്കിയ റിപ്പോർട്ടുമായിട്ടൊന്ന് കൂട്ടി വായിച്ചു നോക്കൂ. ഹമാസ് സകലതും തകർന്ന് തരിപ്പണമായിട്ട് ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ഇപ്പോ ഹമാസിന്റെ ആളുകൾ തന്നെ പറയുന്നു ഇതൊന്നും അവസാനിക്കണമെന്ന്. ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഇപ്പോ ഹമാസ് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം. എന്നാൽ നമ്മുടെ കേരളത്തിലെ മൗദൂദികളും സുഡുകളും ജിഹാദികളും ഒക്കെ വിളിച്ചു പറയുന്നത് എന്താണ്? ഹമാസ് പോരാളികൾ, ഹമാസ് ഇപ്പോ വലിയ മുന്നേറ്റത്തിലാണ്, ഹമാസ് ഇപ്പൊ വിജയിക്കുമെന്ന് പറഞ്ഞ് നടക്കുക. ഇവിടെയുള്ള സുഡുകളോടും ജിഹാദികളോടും മൗദൂദികളോടും സകലരോടും പറയാനുള്ളത്, ഇവിടെയുള്ള മൗദൂദി ചാനലൊക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലേക്കൊന്ന് നോക്കൂ. ഹമാസ് ഗതികെട്ട ഒന്നിനും കൊള്ളാത്ത കാല് പിടിക്കൽ അവസ്ഥയിലേക്കാണിപ്പോ ഹമാസ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. ഇസ്രായേൽ ചെയ്തതായിരുന്നു അങ്ങേയറ്റത്തെ ശരി എന്നുള്ളത് തന്നെയാ നമ്മളിപ്പോ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ശക്തമായിട്ട് ഹമാസിനെ ഇതുപോലെ ആക്രമിച്ചത് കൊണ്ടായി ഒരു ഡിമാൻഡുമില്ല. എങ്ങനെയെങ്കിലും സ്വന്തം ജീവനൊന്ന് രക്ഷിക്കാനുള്ള പെടാപ്പാടിലാണ് ഹമാസിന്റെ മേധാവി യഹ്യാ സിൻവാർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. സകല ആളുകളെയും യഹ്യാ സിൻവാറൊക്കെ കൊലക്ക് കൊടുത്ത് സകലരെയും ഇനി സ്വന്തം ജീവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം, അതിനു വേണ്ടിയുള്ള തന്ത്രപ്പാടില ഇവിടെയുള്ള ഈ സുഡുകളുടെയും ജിഹാദികളുടെയും മൗദൂദികളുടെയൊക്കെ പോരാളിയായിട്ടുള്ള യഹ്യാ സിൻവാർ സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താനുള്ള അവസാന ശ്രമത്തിലാ. ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട, ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്ന രീതിയിലേക്ക് ഹമാസ് ഗതികെട്ട് പറയേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ളൊരു വിജയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഇതെങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക? ഇപ്പോഴും കുറെ മൊണ്ണകൾ കരുതുന്നത് ഹമാസ് ഇപ്പോൾ വലിയ മുന്നേറ്റത്തിലാണ്. ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട്, 1000 പേര് കൊല്ലപ്പെട്ടാൽ 10,000 ആയിട്ട് വരും, 10,000 കൊല്ലപ്പെട്ടാൽ 20,000 ഹമാസികൾ വരുമെന്നൊക്കെ. അല്ല, ഇപ്പൊ ആരും വരുന്നില്ലേ? ഗതികെട്ട് കരഞ്ഞോണ്ടിരിക്കുക ഹമാസികൾ. ഇപ്പോ ഈ സകല ഹമാസ് ഭീകരരും ഇപ്പൊ എങ്ങനെയെങ്കിലും ശേഷിക്കുന്ന ഹമാസികൾക്ക് ഇപ്പോൾ ഒരു ലക്ഷ്യമല്ലോ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ളത് മാത്രമായി മാറിയിരിക്കുന്നു. ഇത് ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള പോരാട്ടത്തിന്റെ വിജയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.